എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? ഇത് നമുക്ക് മക്രോണി വെച്ചിട്ട് ഒരു അടിപൊളി റെസിപ്പി ചെയ്യാം. ഇത് ബാച്ചിലേഴ്സിനൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ റെസിപ്പിയാണ്. വളരെ സിമ്പിൾ ആണ് ഇത് തയ്യാറാക്കാനായിട്ട്. എന്നാൽ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും, പ്രത്യേകിച്ചും കുട്ടികൾക്ക്. അപ്പൊ നമുക്ക് ഇത് എങ്ങനെയാ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞിട്ടെ, നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ തൊട്ടപ്പുറത്ത് കിടക്കുന്ന കുഞ്ഞു ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പം നമുക്കിനി ഇതെങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കാം. അപ്പോൾ ഇതാണ് മക്രോണി. എല്ലാവർക്കും അറിയുന്നതായിരിക്കും, എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയാണ്. ഇതിപ്പോൾ ഞാൻ 1 കപ്പ് മക്രോണി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് പല സൈസിൽ അവൈലബിൾ ആയിട്ട് കിട്ടും. ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത് ഒരു മീഡിയം ടൈപ്പ് മക്രോണിയാണ്, ഒരു എൽബോ ഷേപ്പിലുള്ള. ഇത് തന്നെ സ്മോളും ലാർജും എല്ലാം ഉണ്ട്. അപ്പം നമുക്ക് ഇഷ്ടമുള്ള ഏതാണെന്ന് വെച്ചാൽ അതെടുക്കാം. ഇത് നമുക്കിന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇത് തയ്യാറാക്കാനായിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുക്കുക. വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. തിളച്ചതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം മക്രോണി നല്ല രീതിയിൽ കഴുകിയിട്ട് തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് വേഗം വെക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ട മറ്റ് ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സവാള വേണം, ഒരു മീഡിയം ടൈപ്പ് സവാള ചെറുതായി കട്ട് ചെയ്തിരിക്കുകയാണ്. പിന്നെ തക്കാളി വേണം, ഒരു മീഡിയം ടൈപ്പ് തക്കാളി ചെറുതായി കട്ട് ചെയ്തിരിക്കുകയാണ്. പിന്നെ ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്. പച്ചമുളക് നിർബന്ധമില്ല, വേണ്ടവർക്ക് ചേർത്താൽ മതി. പിന്നെ ഇതിലേക്ക് കൂടുതൽ എരിവൊന്നും ഞാൻ ചേർക്കുന്നില്ല. കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ അധികം എരിവൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇതിലേക്ക് വേണ്ട പൊടികൾ, മഞ്ഞൾപ്പൊടി വേണം, കുറച്ച് ഗരം മസാല വേണം. ഇത്രയും ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുള്ളൂ. പിന്നെ 2 മുട്ട എടുത്തിട്ടുണ്ട്. മുട്ട കൂടി ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പം ഇത്രയും സാധനങ്ങൾ മതി തയ്യാറാക്കാനായിട്ട്. നമുക്കിത് വെന്തോ നോക്കാം. ഇപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വെള്ളമൊക്കെ കളഞ്ഞ് ഒന്ന് ഡ്രെയിൻ ചെയ്തെടുക്കാം. നമുക്ക് തയ്യാറാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടി ഒരു പാൻ എടുക്കുക. ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. 2-3 ടേബിൾ സ്പൂൺ ഓയിൽ മതി. നമുക്കിതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന സവാള ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കാം. നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അതൊരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 1/4 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒരു 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കുക. ഈ പച്ചമണം മാറുന്നവരെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ചെറിയൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഗരം മസാല ഇട്ട് കൊടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് മുളക് പൊടി ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം. ഈ തക്കാളി നന്നായിട്ടൊന്ന് ഉടയുന്ന വരെ ഇങ്ങനെ ഒന്ന് വഴറ്റി കൊടുത്തോണ്ടിരിക്കുക. അപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഒരുപാട് സമയമൊന്നും വേണ്ട, കുറച്ച് സമയം ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരുന്നാൽ മതി. ഇനി ഇതേപോലെ തക്കാളിയൊക്കെ ഒന്നിങ്ങനെ സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് നമുക്ക് മുട്ട ഇതിലേക്ക് പൊട്ടിച്ച് വയ്ക്കണം. ഇത് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക. അതേപോലെ ഒന്ന് നന്നായിട്ട് സ്ക്രാമ്പിൾ ചെയ്ത് കൊടുക്കുക. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക. വേണമെങ്കിൽ നമുക്കിത് ഈ മുട്ട ആദ്യമേ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഇതുപോലെ സ്ക്രാമ്പിൾ ചെയ്ത് ചേർക്കാം. ഇതുപോലെ ചേർത്താലും പ്രശ്നമൊന്നുമില്ല. ഇങ്ങനെ ചേർക്കുകയാണെങ്കിൽ നമുക്ക് ആ മക്രോണിയിലൊക്കെ കുറച്ചുകൂടെ നന്നായിട്ട് ഈ മുട്ടയൊക്കെ ഒന്ന് പിടിച്ച് കിട്ടും. അപ്പോൾ ഇത് അധികം കുക്കാവുന്നതിന് മുമ്പ് തന്നെ മക്രോണി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുക. ഉപ്പൊക്കെ ഉണ്ടോ എന്നൊന്ന് നോക്കുക. അപ്പം ഞാൻ നേരത്തെ ചെയ്യാൻ വിട്ടുപോയതാണ്. നമ്മൾ സവാള വഴറ്റുമ്പോൾ കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം. ഉപ്പ് കുറച്ച് കുറവാണ്, അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് കുറച്ചുകൂടി ഉപ്പ് ചേർക്കണേ. അപ്പോൾ നമ്മൾ ആ സവാള വഴറ്റുമ്പോൾ തന്നെ ഉപ്പ് ചേർക്കുകയാണെങ്കിൽ കറക്റ്റായി കിട്ടും. അപ്പോൾ നമ്മുടെ മക്രോണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ബാച്ചിലേഴ്സൊക്കെ ആണെങ്കിൽ അവർക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ റെസിപ്പിയാണ് ഇത്. അതുപോലെ നല്ല ടേസ്റ്റിയുമാണ്, കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഡിന്നറായിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക, അവർക്കൊക്കെ സന്തോഷമാവട്ടെ. അപ്പോൾ വീണ്ടും നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.